വെൽക്കം ടു എജ്യൂപോഡ്. അപ്പോൾ ഇതാ ഇന്ന് മിസ് വന്നിട്ടുള്ളത് ഒരു പ്രഡിക്ഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ടെൻഷൻ ഉണ്ടായിരിക്കും, പേടി ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ക്ലാസ് 6 ഹിന്ദി എക്സാം നല്ല അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് വാങ്ങുന്ന രീതിയിൽ എഴുതുക എന്ന് ആലോചിച്ചിട്ട് ചിലരെങ്കിലും ടെൻഷനും പേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആരും ഇനി ടെൻഷൻ അടിക്കേണ്ട, ആരും പേടിക്കൊന്നും ചെയ്യേണ്ട. അത് നമ്മൾ എജ്യൂപോഡ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിക്കാം. അപ്പോൾ ഓരോരോ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ക്ലാസ് 6 വളരെ ഈസിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തിലെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് പഠിച്ചു വരുന്ന ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. സിലബസ് മാറിയിട്ടില്ല, ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയാണ് അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 4 ആണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഓണം എക്സാമിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും സെക്കൻഡ് യൂണിറ്റിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, ജനറൽ ആയിട്ട് ചോദിക്കാറില്ല. ഈ നമുക്ക് ക്രിസ്മസിന്റെ ആ ഒരു പോർഷൻസ് നിന്ന് മാത്രമാണ് 6th ഇതുവരെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മുടെ 3rd യൂണിറ്റ്, അതായത് ഇക്കായി 3യിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇൻസാനിയത്ത് കി മിസാൽ എന്ന് പറയുന്ന ഒരു സമാചാർ, അതായത് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമുക്ക് പഠിക്കാറുണ്ട് അല്ലെ. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പഠിക്കാനുണ്ട്. അതുപോലെ ദോ ഭായി എന്ന് പറയുന്ന ഒരു സ്റ്റോറി നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മുർജായ ഫൂൽ എന്ന് പറയുന്ന ഒരു കവിതയും നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ പോലെ ക്ലാസ്, അതായത് ഇക്കായി 4 നമ്മുടെ യൂണിറ്റ് 4ൽ നമ്മൾ പഠിക്കുന്ന 2 ചാപ്റ്റേഴ്സ് ആണ്. നന്ന ഉല്ലു എന്ന് പറയുന്ന ഒരു കഹാനി, ഒരു കഥ നമ്മൾ പഠിക്കുന്നുണ്ട്. കൂടെ ബബുവ ഓർ ഭൂഡ എന്ന് പറയുന്ന ഒരു കവിതയും നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ആകെ 5 ചാപ്റ്റേഴ്സ് നല്ല അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അതും ഓരോരോ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഓക്കെ, എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയാണ് അത് ആൻസർ ചെയ്യാന്നുള്ള കാര്യമാണ് മിസ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ ഇൻസാനിയത്ത് കി മിസാൽ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഒരുപാട് വർഷമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോസ്റ്റർ ആണ്. ഓക്കെ, പോസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ, അതായത് നമ്മുടെ ഓണം എക്സാമിന് നമ്മൾ പഠിച്ചത് പോസ്റ്റർ എന്ന് പറയുന്നത് ജലത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ജലം അമൂല്യമാണ്, ജലം ദുരുപയോഗം ചെയ്യരുത് എന്നുള്ള രീതിയിലൊക്കെ പോസ്റ്റർ എഴുതാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലേക്ക്, അതായത് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ടേമിലേക്ക് വരുന്ന സമയത്ത് ക്രിസ്മസ് എക്സാമിന് നമുക്ക് ചോദിക്കുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റേഴ്സ് ആണ് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ടുള്ള രീതിയിൽ പോസ്റ്റർ എഴുതുക, സന്ദേശവാക്യം എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതാനും ഫുൾ മാർക്ക് വാങ്ങിക്കാനും പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. യെസ്, അപ്പോൾ പോസ്റ്റർ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ രാജേഷ് ശർമ്മയുടെ ഡയറി ചോദിക്കാറുണ്ട്. ഓക്കെ, രാജേഷ് ശർമ്മ അല്ലെ, അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നതിനുള്ള ചാൻസ് ഒഴിവാക്കി എന്ന് പറയുന്നുണ്ട്. ആ സമയത്തുള്ള അവരുടെ ഡയറി ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ മുർജായ ഫൂൽ എന്ന് പറയുന്ന സുഭദ്രകുമാരി ചൗഹാൻ എഴുതിയിട്ടുള്ള കവിതയാണ്. ഇമ്പോർട്ടൻ്റ് കവിതയാണ്. അപ്പോൾ ആ ഒരു കവിതയിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളത് ആസ്വാദന കുറിപ്പാണ്. അപ്പോൾ നമുക്ക് ഒരു 4 ലൈനൊക്കെ തന്നിട്ട് ആ ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതാനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആസ്വാദനക്കുറിപ്പ് ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് എല്ലാവരും എഴുതാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇനിയിപ്പോൾ ആസ്വാദനക്കുറിപ്പ് എന്നല്ലാതെ നമുക്ക് നോക്കാതെ ആശയം എന്ന് ചോദിക്കാം, അതുപോലെ ടിപ്പണി എന്ന് ചോദിക്കാം. ഓക്കെ, ടിപ്പണി എന്ന് പറയാം. ആസ്വാദനക്കുറിപ്പ് അല്ലെ, ആസ്വാദൻ ടിപ്പണി. അപ്പം എങ്ങനെ ചോദിച്ചാലും, ആശയം എന്ന് ചോദിച്ചാലും, സാരാംശം എന്ന് ചോദിച്ചാലും, ടിപ്പണി എന്ന് ചോദിച്ചാലും, ആസ്വാദനക്കുറിപ്പ് എന്ന് ചോദിച്ചാലും, നമ്മൾ ആ കവിത ഒന്ന് വായിച്ചതിന് ശേഷം അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജനറലൈസ് ചെയ്ത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് എല്ലാ വർഷവും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി ദോ ഭായി എന്ന് പറയുന്ന ഒരു ലോക കഥയാണ് അടുത്തതായിട്ട് വരുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്
ഡയറി. ഓക്കെ, നമ്മുടെ ബഡാ ഭായിയോ അല്ലെങ്കിൽ ചോട്ടാ ഭായിയുടെ ഡയറി ചോദിച്ച് കണ്ടിട്ടുണ്ട്. കൂടെ തന്നെ നമുക്ക് കാണാം ഇവരുടെ കോൺവെർസേഷൻ ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. ഈ നമ്മുടെ അനിയനും ചേട്ടനും തമ്മിലുള്ള കോൺവെർസേഷൻ ചോദിക്കാറുണ്ട്. അതവിടെ സംവാദം ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ഡയറി ചോദിക്കാറുണ്ട്, അങ്ങനെയുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. യെസ്, ഇനി നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നന്ന ഉല്ലു ആണ്. അപ്പം നന്ന ഉല്ലു എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്നും അമ്മ മൂങ്ങ അല്ലെ, നമ്മുടെ കുഞ്ഞു മൂങ്ങ ആകാശത്തിലെ നക്ഷത്രങ്ങളെ തെരഞ്ഞു പോകുന്ന സമയത്ത് അമ്മയുടെ മനസ്സിങ്ങനെ പെടയാണ് അല്ലെ, അമ്മ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ആ അമ്മയുടെ ആ വേദനകൾ വരുന്ന ഒരു ഡയറി ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഡയറി എന്ന് പറയുന്നത് അമ്മ എന്തായിരിക്കും മനസ്സിലുണ്ടായിരിക്കുക, അമ്മേന്റെ മനസ്സിലുണ്ടായിട്ടുള്ള ആദികളെ കുറിച്ചും ഒക്കെ ചോദ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഡയറി എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഡയറിനെ കുറിച്ചും ഇതാ ഡയറി എങ്ങനെയാണ് എഴുതുക എന്നുള്ളതൊക്കെ മിസ് ഇത് അവിടെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അത് അവിടെ ഡയറി ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ അമ്മ മൂങ്ങയും കുഞ്ഞു മൂങ്ങയും തമ്മിലുള്ള കോൺവെർസേഷൻസ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് സംസാരിക്കുന്നത് അല്ലെ, അവരങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു എങ്ങനെയാണ് അവരുടെ പെരുമാറ്റം രീതികൾ, അവർ സംസാരിക്കുന്ന വാർത്താലാപം അല്ലെ, ഒരുപാട് സംശയങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞു മൂങ്ങയ്ക്ക് എന്തൊക്കെ സംശയങ്ങളാണുള്ളത്, എല്ലാ സംശയവും ഉണ്ട്. അപ്പൊ ആ സംശയങ്ങളൊക്കെ എങ്ങനെയാണ്, എന്ത് രീതിയിലാണ് ആ ഒരു സംസാരം, അവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാർത്താലാപം നമുക്ക് എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. അതുപോലെ നമ്മുടെ ബബുവ ഓർ ബൂഡ എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളത് ഒരു ചെറിയ ടിപ്പണി അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെയധികം കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ബബുവ ഓർ ബൂഡ എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പോസ്റ്റർ എഴുതുക എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ എന്തെങ്കിലും ഒരു പരിപാടിയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഹിൻ്റ് ഒക്കെ തന്നിട്ട് നിങ്ങൾക്ക് പോസ്റ്റർ എഴുതാൻ ചോദിക്കാറുണ്ട്, സന്ദേശവാക്യം ചോദിക്കാറുണ്ട്, വാർത്താലാപ് ചോദിക്കാറുണ്ട്, ഡയറി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫോർമാറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതുപോലെ 3-4 ചിത്രം തന്നിട്ടുണ്ടായിരിക്കും. ആ 4 ചിത്രത്തിലും എന്താണ് പറയുന്നത്, അതായത് ഓരോ ചിത്രത്തിൻ്റെയും ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്താണ് ആ ചിത്രത്തിൽ പറയുന്നത്, എന്താണ് ആ ചിത്രത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ തന്നിരിക്കുന്നത് ഓർഡർ തെറ്റിച്ചായിട്ട് ആയിരിക്കും. ആ ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ചിത്രത്തിലും 1, 2, 3, 4 എന്ന് കൊടുത്തിട്ടുള്ള ഓരോ ചിത്രത്തിനും എന്താണ് ഉദ്ദേശിക്കുന്നത്, ഓരോ ചിത്രത്തിലും എന്താണ് വരുന്നത് എന്നുള്ളത് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് ചോദ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇതും ഒരുപാട് വട്ടം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ നിങ്ങൾക്ക് വേറെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരു 4-5 ലൈനിലുള്ള ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടായിരിക്കും, അതിൽ നിന്ന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഖണ്ഡ് പഠി ഒരു പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഹിന്ദി എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത് സിമ്പിൾ കാര്യമാണ്, നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കുറച്ച് ലോജിക്ക് ഉപയോഗിക്കുക, കുറച്ചൊന്ന് ബുദ്ധി ഉപയോഗിക്കുക. ആ ഒരു പാറ്റേൺ എങ്ങനെയാണ്, ഓരോന്നിൻ്റെയും എങ്ങനെയാണ് ഡയറി എഴുതുക, എങ്ങനെയാണ് പോസ്റ്റർ എഴുതുക, എങ്ങനെയാണ് സന്ദേശവാക്യം എഴുതുക, എങ്ങനെയാണെന്നുള്ള ആ ഒരു ഫോർമാറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഹിന്ദി. അപ്പം നിങ്ങൾ എല്ലാവരും ഹിന്ദി എക്സാമിന് ഫുൾ മാർക്ക് തന്നെ വാങ്ങുമെന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രഡിക്ഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓരോരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചു വെക്കേണ്ടത്, ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തറവായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് വാങ്ങുക, അടിപൊളിയായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് മിസ് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.